ഫ്രണ്ട്സ്, ഇതിനുള്ള നമ്മൾ കാണാൻ പോകുന്നത് ബൊറോട്ടോ നാറോട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 57 അഥവാ സീസൺ 2 എപ്പിസോഡ് നമ്പർ 5 ആണ്. അപ്പോഴത്തേക്കും ഇതിൻ്റെ പേര് ദ റീസൺ ഐ കാൺ ലൂസ് എന്ന് ബൊറോട്ടോ പറയുന്നതാണ്. ഞാൻ തോക്കൂല, എന്നെക്കൊണ്ട് തോക്കാൻ പറ്റൂല, അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അങ്ങനെ നമ്മൾ നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് ബൊറോട്ടോയും സാസ്കിനെയാണ്. ബൊറോട്ടോയും സാസ്കിയും ഒരു കാടിൽ നിൽക്കുകയാണ്. ബൊറോട്ടോ ആണെങ്കിൽ സാസ്കിയുടെ അടുത്ത് നിന്നും ഷുറിങ്കൻ ജുട്സ് പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിലും ബൊറോട്ടോയ്ക്ക് ഒട്ടും ടാർഗറ്റ് ശരിയാവുന്നില്ല. അപ്പോഴത്തേക്കും സാസുക്കി ചെയ്ത് കാണിക്കുന്നുണ്ട് പെർഫെക്റ്റ്. അപ്പോഴത്തേക്കും ബൊറോട്ടോയ്ക്കാണെങ്കിൽ ഇനി എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. എന്തുകൊണ്ടാണ് എനിക്ക് പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയണം, നീ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആണ്, നിൻ്റെ കോൺസെൻട്രേഷൻ ശരിയല്ല. നാറൂട്ടോയ്ക്കാണെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, കാരണം അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, ടൈം കണ്ടുപിടിക്കുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സാസ്കി പറയാണ്. എന്നിട്ട് സാസ്കി ക്ലോൺസിന് ചെയ്ത് കാണിക്കുകയാണ്. സാസ്കി ഒരു 10-12 ക്ലോൺസിന് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോനോട് ചെയ്യാൻ പറയുമ്പോൾ ബൊറൂട്ടോ വെറും 4 ക്ലോൺസിനാണ് ഉണ്ടാക്കുന്നത്. സാസ്കി പറയുന്നുണ്ട്, എൻ്റെ പകുതി പോലും നീ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴത്തേക്കും ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാസുകിയുടെ ടാലൻറ്റ് ഗെഞ്ചിറ്റ്സു അങ്ങനെയുള്ള സംഭവങ്ങളിലാണ്. അതുകൊണ്ട് ചെറിയൊരു വീക്ക്നെസ് ആയിട്ട് ഇത് നിന്നാലും കുഴപ്പമില്ല. പക്ഷേ നാറൂട്ടോയുടെ അടുത്ത് ഇതുപോലും പഠിക്കാത്ത നീ എന്തുവാ നീ ചെയ്തുകൊണ്ടിരുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയണേ, എൻ്റെ ക്ലോൺസ് ഇത്രയേ ഉള്ളെങ്കിലും ഇത് തന്നെ ധാരാളമാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്നും പോരാ എന്ന് ഒരു ക്ലോൺ പറയാണ്. ആര് പറഞ്ഞു ഇത് പോരെന്ന്? ബൊറൂട്ടോ ആണോ പറഞ്ഞിട്ടില്ല, അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലോൺ പറയാണ്. ഇവന്മാർ 3 പേരും, ഈ ക്ലോൺ ആയിട്ടുള്ള 3 പേരും ബൊറൂട്ടോയും കൂടെ തന്നെ അട്ടിക്കാവുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വെറുതെ വില കളയല്ലേ, ശരി എന്നെ പഠിപ്പിക്കുന്ന മാസ്റ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സാസ്കി പറയണ അതിൻ്റെ കാര്യത്തിലും തീരുമാനം, എന്തായാലും നിങ്ങൾ 3 പേരും ബൊറൂട്ടോയും കൂടെ ചേർന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും, ഇല്ലാതെ ഒരു രീതിയിലും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴത്തേക്കും ഗാറെ കാണാനാണ് നേരെ നമ്മളുടെ സാസ്കി പോകുന്നത്. കാരണം ഗാറ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ വന്നില്ലായിരുന്നു. അപ്പം ചോജിറോ അവിടെ ചെല്ലുന്നുണ്ട്, കാരണം ചോജിറോയ്ക്കും സംഭവം മനസ്സിലായി, ചോജിറോനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗാറ പറയാണ്, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതിൽ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉറാഷിക്കിനെ കണ്ട്. ഉറാഷിക്കി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റോറിസ്കി ക്ലാനിലെ ഒരു മെമ്പറാണ്. അവൻ എത്രത്തോളം ഇതാണെന്ന് ചോദിച്ചാൽ കാഗിയുടെ അത്രയൊന്നും ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ എൻ്റെ സാൻഡ് ഷീൽഡും കടന്നുകൊണ്ട് അവൻ്റെ ലേസർ ബീം പോലത്തെ ഒരു സാധനം വന്നിട്ട് എൻ്റെ നെഞ്ചിലടിച്ച്, എന്നിട്ട് എൻ്റെ നെഞ്ചിൽ നിന്നും ആ നമ്മളുടെ ഷുക്കാക്കുവിൻ്റെ ആ ഒരു ചക്ര എടുക്കുകയാണ്. എന്നിട്ട് അത് മതിയെന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. എന്നോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല. പിന്നീട് ഇനിയിപ്പോൾ ഉറപ്പായിട്ടും ടാർഗറ്റ് നറൂട്ടോ ആയിരിക്കുമെന്ന് പറയാണ്. അത് എന്തായാലും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നറൂട്ടോ അറിയരുതെന്ന് പറയണം. നറൂട്ടോ അറിയാതെ നറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലും പിന്നെ ബാക്കി സംഭവങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയിലും ഇവർ ഒരാളെ ഉള്ളതെന്നൊക്കെ അറിയുന്ന രീതിയിലും ഒക്കെ ഒരു മൂവ് വേണം കൊണ്ടുപോകാമെന്ന് പറയാണ്. അപ്പോൾ സാസ്കി പറയാണ്, നാറൂട്ടോ അറിഞ്ഞാൽ നാറൂട്ടോ ചുനിയൻ എക്സാം എന്തായാലും പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പോസ്റ്റ്പോൺ ചെയ്യിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന്. അപ്പോൾ പറയുന്നുണ്ട് ഒരിക്കലും അത് തെറ്റാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ശരിയാവത്തില്ല. കാരണം എത്ര ഫ്യൂഡൽ ലോഡ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു വില്ലേജിൽ തന്നെ 3-4 ഫ്യൂഡൽ ലോഡ്സ് ഉണ്ട്. അവരെല്ലാം എത്ര എമൗണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ചുനിയൻ എക്സാമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പിള്ളേർ ഈ വില്ലേജിലേക്ക് ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ നമ്മളുടെ കാഗേമാരൊക്കെ ആണെങ്കിലും കാഗേമാരെല്ലാവരും എന്തായാലും നാറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ ഫ്യൂഡൽ ലോഡ്സിന് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി ഭയങ്കര പ്രശ്നമാകുന്നൊരു സംഭവമാണ്. അത് മാറ്റണ്ടെന്ന് ഗാറയും ചോജിറോയും പറയാണ്. പക്ഷേ നാറൂട്ടോ അറിയരുതെന്നും ഇവർ പറയുന്നുണ്ട്. സാസുക്കി പറയുന്നുണ്ട്, നാറൂട്ടോയുടെ ജീവനും വല്ലതൊക്കെ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അത് മാത്രമല്ല ഇതിൽ എന്താണ് ഈ ഗവൺമെൻറ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്, ഞാൻ അതുകൊണ്ടല്ലേ ഇരിക്കാത്തത്, എനിക്ക് പറ്റൂലെന്നൊക്കെ സാസുക്കി പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് ചുനിയൻ എക്സാമിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിൽ 2 ഡിഫറെൻറ്റ് ടീമാണ് ഒന്നിച്ച് മത്സരിക്കാൻ പോകുന്നത്. അവർക്ക് 2 പേർക്കുമായിട്ട് ഒരു കോമൺ ഫ്ലാഗ് കൊടുക്കും. ആ ഏത് ടീമിൻ്റെ മെമ്പറാണോ ആദ്യം ഫ്ലാഗ് എടുക്കുന്നത് ആ ടീം ജയിക്കും. അപ്പോൾ മോഗി വേഴ്സസ് കിരി, യുറോയി വേഴ്സസ് ടീം 15, ഉഡോൺ വേഴ്സസ് ടിങ്കി, ബൊറൂട്ടോ വേഴ്സസ് ട്രിപ്ലെറ്റ്സ്, സിമുറെ വേഴ്സസ് നമ്മുടെ ബബിൾ ഗം ടീം. അപ്പോൾ ആ 3 എണ്ണം ഉണ്ടല്ലോ അഹങ്കാരം പിടിച്ച അവന്മാർ 3 പേരും കൂടെയാണ് ഇത്രയാണ് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ പോകണം വേഴ്സസ്. ഓക്കെ, അപ്പോഴത്തേക്കും ഇത്രയും പേര് തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മത്സരം നടക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇതെല്ലാം ഒന്നിച്ചാണ്. അതായത് ഇത്ര ടീമുകൾക്ക് ഇത്രയും ഫ്ലാഗും അവിടെ വെച്ചിട്ടുണ്ട് ഓരോരോ കോർണറിൽ. അറ്റ് എ ടൈമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് മാറി കാണിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ ടീമും പ്ലാൻ ചെയ്യുന്ന ഒരാൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇവരുടെ ടീമിലാൾ അവിടുത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളെ പിടിച്ചു നിർത്തും. പിന്നെ മറ്റേ ആളാണെങ്കിൽ പോകുന്ന വഴി ക്ലിയർ ആക്കും, അടുത്ത ആൾ പോയി ഫ്ലാഗ് എടുക്കും. ഇതേ പ്ലാൻ തന്നെയാണ് എല്ലാവരും വെച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും നേരെ 2 പേര് വീതം വെച്ച് കാണും കേട്ടോ. അങ്ങനെ പറഞ്ഞതുപോലെ മത്സരം തുടങ്ങാണ്. നമ്മളുടെ
ആദ്യം തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മോഗി ടീം വേഴ്സസ് കിരി ടീം നടക്കുകയാണ്. അതിൽ കിരി ടീം ജയിക്കുകയാണ്. മോഗി തോറ്റത് ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. അടുത്തത് യുറോയ് ടീം വേഴ്സസ് നമ്മുടെ ഷിക്കഡായിട്ട് ടീം 15 വരെയാണ്. ടീം 15ൻ്റെ ഇനോഷിക്ക ചോ ഫോർമേഷൻ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവരൊക്കെ ജയിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ജയിക്കുകയാണ്. ഈ നമ്മുടെ മോഗിയുടെ ടീം തോറ്റു പോവുകയാണ്. അടുത്തത് ബബിൾഗം ഫോർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ സിമുറയുടെ ടീമിനെ തോപ്പിക്കാനായിട്ട് മറ്റേ നമ്മളുടെ ബബിൾഗം ആൾക്കാർക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. അവന്മാർ ജയിക്കുകയാണ്, സിമുറയുടെ ടീം തോക്കാണ്. അടുത്തതായിട്ട് അവരാണ് ഫ്ലാഗ് എടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് അടുത്ത ടീമുകളെ കാണിക്കുകയാണ്. ഷിൻകി വേഴ്സസ് ഉഡോൺ ആണ്. ഇതിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു വിജയമാണ്. കാരണം ഷിൻകി എന്ന് പറഞ്ഞ ഗാരയുടെ മോനാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഉള്ളവരും നല്ല രീതിയിലുള്ള പയ്യന്മാരാണ്. ഡെങ്കി, ഇവാബെ, മറ്റ് നമ്മളുടെ ലീ ഒക്കെ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ ഷിൻകി ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ളത് മാഗ്നറ്റിക് സാൻഡാണ്. അത് യൂസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. മെറ്റലിയാണ് കുറച്ചുകൂടെ ഫിസിക്കൽ അറ്റാക്കിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അയൺ സാൻഡ് വേവ് എന്നൊരു ടെക്നിക്കാണ് മെറ്റലിയും അതുപോലെ തന്നെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവാബയ്ക്ക് നേരെ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഡെങ്കിനെയൊക്കെ ആദ്യമേ അടിച്ചിട്ട് കഴിഞ്ഞു. കാരണം ഡെങ്കി എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പിൽ അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോഴത്തേക്കും ഡെങ്കിനെ ആദ്യമേ അടിച്ചിട്ടിട്ട് പിന്നെ ഫ്ലാഗും ഇവൻ തന്നെ എടുക്കുകയാണ്. കാരണം ഫ്ലാഗ് കുറച്ച് അപ്പുറത്താണ് വെച്ചേക്കുന്നത്. സാൻഡ്, മാഗ്നറ്റിക് സാൻഡാണ് അത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാഗിൻ്റെ പിടി മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഫ്ലാഗ് എടുക്കാൻ പറ്റുകയാണ്. അതായത് അവിടെ കുറേ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്, അതിൽ വേണം കറക്റ്റായിട്ടുള്ള ഫ്ലാഗ് എടുക്കാൻ. അങ്ങനെ ഷിൻകി കുറേ നേരം ഉഡോണിൻ്റെ ടീമിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവരെ ജയിപ്പിച്ചത്, അതായത് അവരെ തോപ്പിച്ചത്, ഷിൻകി ജയിച്ചത്. എന്നിട്ട് നമ്മുടെ ബൊറൂട്ടോ ടീമിനെ കാണിക്കുകയാണ്. ബൊറൂട്ടോ തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണ്, തുടങ്ങിയ സ്ഥലത്ത് തന്നെ. അതെന്താ അവിടെയെന്ന് ചോദിച്ചാൽ നമ്മളുടെ സറാഡയാണ് ഫ്ലാഗ് എടുക്കാൻ പോകുന്നത്. ക്ലിയർ ചെയ്യുന്നത് നമ്മളുടെ മിറ്റ്സുഗിയാണ് വഴി. അപ്പോഴത്തേക്കും മിറ്റ്സുഗി വഴി ക്ലിയർ ചെയ്തുകൊണ്ടേ പോവാണ്. ക്ലിയർ ചെയ്യാൻ ഒന്നുമില്ല, കാരണം അവന്മാർ 3 പേരും ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അവന്മാർ ക്ലോൺ ചെയ്തിട്ട് അവന്മാർ ഇപ്പോൾ 9 എണ്ണമാണ്, ബൊറൂട്ടോ 4 എണ്ണം. ഇപ്പോൾ ബൊറൂട്ടോയ്ക്ക് ആ ക്ലോണിങ്ങിൽ വരുന്ന പ്രശ്നത്തിൻ്റെ വീക്ക്നെസ് മനസ്സിലാവാണ്. സറാഡ ഒരുപാട് ഓടിപ്പോകുന്നുണ്ട്. മിറ്റ്സുഗി സറാഡയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ബൊറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് അടികൊള്ളാണ്. 3 പേരും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മിറ്റ്സുഗി ഇത് ബൊറൂട്ടോയ്ക്ക് ഒരു ചാൻസ് ആയിട്ട്, ബൊറൂട്ടോ തോപ്പിക്കാനൊരു ചാൻസ് ആയിട്ട് അവന്മാർ എടുത്താലോ, അടിച്ചിട്ടിട്ട് ഇവന്മാർ പോയിട്ട് എന്ത് ചെയ്ത് ആ മറ്റേ ഫ്ലാഗ് എടുക്കാൻ വന്നാലോ എന്നൊക്കെ വിചാരിച്ച് മിറ്റ്സുഗി തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നത്. കുറച്ച് നേരം പിടിച്ച് നിൽക്കും ബൊറൂട്ടോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ തന്നെ ബൊറൂട്ടോനെ അടിച്ചിട്ട് അവന്മാർ ആ ഒരു റെഡ് ഫ്ലാഗിൻ്റെ അടുക്ക പോകാൻ നിൽക്കുകയാണ്. ആ ഒരു റെഡ് ഫ്ലാഗ് എടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ബൊറൂട്ടോ ആണെങ്കിൽ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കൂല എന്നൊരു വാശി ബൊറൂട്ടോയുടെ ഉള്ളിൽ എടുത്തിട്ട് നമ്മളുടെ ബൊറൂട്ടോ ആ ഒരു നമ്മളുടെ സയൻറ്റിഫിക് നിഞ്ച ടൂൾ യൂസ് ചെയ്യാണ്. അതിൽ ഒറ ആൻഡ് പവർഫുൾ ബ്രെത്ത് എന്ന ടെക്നിക്കും വാട്ടർ റിലീസ് ബുള്ളറ്റ് ഒറ എന്ന് പറയുന്ന ടെക്നിക്കും ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ലൈറ്റ്നിങ് റിലീസ് ബുള്ളറ്റ് പവർഫുൾ ബ്രെത്ത് എന്ന ടെക്നിക്ക് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ലൈറ്റ്നിങ് കത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവന്മാരുടെ ക്ലോൺസ് എല്ലാം നശിച്ചു പോവാണ്, ഒറിജിനലെല്ലാം കരഞ്ഞു വീഴാണ്. ഇവന്മാരാണെങ്കിൽ ബൊറൂട്ടോയുടെ അടുത്തുള്ള ആ ഒരു ഇതില്ലേ, ബൊറൂട്ടോനെ എങ്ങനെയെങ്കിലും അങ്ങനെ പുല്ലിയാക്കി കളയണം എന്ന രീതിയിൽ ഇവന്മാർ ആ ഒരു ഫ്ലാഗ് എടുക്കാൻ നോക്കുകയായിരുന്നു, ചുമന്ന ഫ്ലാഗ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ബൊറൂട്ടോ കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ 3 എണ്ണവും കരിഞ്ഞു വീഴപ്പോൾ തന്നെ നമുക്ക് ഏകദേശം വിജയം ഉറപ്പിക്കാം. പിന്നെ അവിടെ പോയൊരു ഒരുപാട് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കറക്റ്റായിട്ടൊരു ചൂസ് ചെയ്യാൻ സറാഡയ്ക്ക് ഈസിയാണ്. കാരണം അവളുടെ കണ്ണിൽ വെച്ച് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് കറക്റ്റ് ആ ഒരു ഫ്ലാഗ് കണ്ടുപിടിക്കുകയാണ്, എടുക്കുകയാണ്. ബൊറൂട്ടോയുടെ ടീം ജയിക്കുകയാണ്. മിറ്റ്സുഗി പറയുന്നത് നീ പൊള്ളിയായിട്ട് ചെയ്തു, നിൻ്റെ ഉള്ളിൽ ഇത്രയും ടാലൻറ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ലെന്ന്. അപ്പോൾ ബൊറൂട്ടോനെ കണ്ടിട്ട് ഇവിടെ ടെൻറ്റന് സംശയം തോന്നുന്നുണ്ടോ എന്ന് ഗാർഡ് നോക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമേ ഗാർഡ് മറ്റവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്രാവശ്യം ബൊറൂട്ടോയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെന്ന്. ഇപ്പോൾ ഗാർഡ് വിളിച്ച് പറയുകയാണില്ല, കുഴപ്പമൊന്നുമില്ല സയൻറ്റിസ്റ്റേ, ബൊറൂട്ടോ അത് യൂസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് അവൻ ചെയ്തു എന്നാണ് തോന്നുന്നത്, അവൻ എന്തായാലും കപ്പ് കൊണ്ടുപോകും എന്ന് പറയാണ്. അത് മാത്രമല്ല ബൊറൂട്ടോ ചെയ്തതിനോട് സംശയം ഉണ്ടായിരുന്നു ടെൻറ്റന്, പക്ഷേ അത് ബൊറൂട്ടോയുടെ ഹാർഡ് വർക്കാണ്. ഇപ്പോൾ സാസുകയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ബൊറൂട്ടോയുടെ വർക്ക് തന്നെ ആണെന്നും പറഞ്ഞ് അവർ സമ്മതിക്കുകയാണ്. അത് മാത്രമോ, നമ്മളുടെ നാരൂട്ടോയുടെ മോനാണ് ബൊറൂട്ടോ, അതുകൊണ്ട് കള്ളത്തരം ഒന്നും കാണിക്കൂല എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ബൊറൂട്ടോയുടെ വിജയത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെ അവരുടെ ടീം ജയിക്കുകയാണ്. ഹൈഫൈ കൊടുക്കാൻ പറയുമ്പോൾ ബൊറൂട്ടോ പഞ്ചാണ് കൊടുക്കുന്നത്. കാരണം ഹൈഫൈ കൊടുക്കാൻ മറ്റേ കൈ എടുത്താൽ ഈ സയൻറ്റിഫിക് നിഞ്ച ടൂൾ കോറ്റ് കാണും. അങ്ങനെ സറാഡ വന്ന് നിനക്ക് ജയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജയിച്ചല്ലോ എന്ന് പറയുമ്പോൾ ബൊറൂട്ടോയ്ക്ക് ചെറിയ രീതിയിൽ ബ്ലഷ് ആവുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ നാരൂട്ടോനെ കാണിക്കുകയാണ്. നാരൂട്ടോ അടുത്ത് ഷിക്കമാറോ എന്ന് പറയുന്നത് ഇന്നെങ്കിലും പോയിട്ട് വന്ന്
ബൊറൂട്ടോനെ കാണണം, റൗണ്ട് 2 ബൊറൂട്ടോ ജയിച്ച് കഴിഞ്ഞു എന്ന് നാറൂട്ടോ പറഞ്ഞാൽ ഓക്കെ ഓക്കെ എന്ന്. അത് കഴിഞ്ഞിട്ട് നാറൂട്ടോ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അതായത് ഷിക്കമാറ് പോകുന്നത് വരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ ജയിക്കുമെന്ന് എനിക്ക് അറിയാവുന്ന രീതിയിരുന്നെങ്കിലും അത് പോയതിനു ശേഷം എൻ്റെ മോൻ ജയിച്ചേ ഭയങ്കര സന്തോഷമേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ യുദ്ധക്കളം കാണിക്കുകയാണ്. അവിടെ ഒരുപാട് തോറ്റുപോയവരുണ്ട്, പക്ഷേ അവർക്കൊന്നും വിഷമമില്ല. കാരണം ഡെങ്കിയൊക്കെ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടെ പൊളിയായിട്ട് ചെയ്യും. ഇപ്രാവശ്യം പറ്റിപ്പോയത് ഇവരുടെ വീക്ക്നെസ് അപ്പുറത്തെ ടീമുകാർക്ക് മനസ്സിലായിന്ന്. ബൊറൂട്ടോ വരുമ്പോൾ നീയൊക്കെ പൊളിയായിട്ട് ചെയ്തു, ഞാൻ കൊണ്ട് സൂപ്പറായിരുന്നു, നീ എങ്ങനെയാണോ ചെയ്തത്, ഇത്രയും ബുദ്ധി സൂപ്പർ എന്നൊക്കെ പറയാണ്. ഇവിടെ നമ്മളുടെ സിമുറയുടെ ടീമിന് നല്ല വിഷമമുണ്ട്. സിമുറ പറയുന്നുണ്ട് കാര്യമില്ല, തോൽവി കൂടെയാണ് വിജയം, നമ്മളുടെ ഹൊക്കായി കണ്ടിട്ടില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ബൊറൂട്ടോ ശ്രദ്ധിക്കുന്നുണ്ട്. സുമുറയൊക്കെ നമ്മൾ ബൊറൂട്ടോനെ കാണുമ്പോൾ ഇത്ര ഡയലോഗായിട്ട് കൂടുതലാണ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോനെ കാണിക്കുകയാണ്. ഇവരെല്ലാം ബൊറൂട്ടോനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ബൊറൂട്ടോനെ മാത്രമല്ല ഷിക്കഡായിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം ഷിക്കഡായുടെയും ബൊറൂട്ടോയുടെയും ടീം ജയിച്ചു. അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഇനി അടുത്ത ലെവലിലേക്ക് പോകാൻ പോകുന്നത്. ഇവാബി പറയുന്നുണ്ട് കപ്പ് നിങ്ങളുടെ കയ്യിൽ തന്നെ, കൊണ്ടുവന്നില്ലെങ്കിൽ മണ്ട അടിച്ച് പൊളക്കും പിള്ളേരെ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അടുത്ത് വീട്ടിൽ വരുമ്പോൾ ഹിനാട്ടയും ഹുമവാരയും അവിടെ ഉണ്ട്. അവർ രണ്ടുപേരും പൊള്ളിയായിട്ട് മോൻ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു, എല്ലാവരും ഒന്ന് പറഞ്ഞു അത് അടിപൊളിയായിരുന്നു, ഞാനും കണ്ടിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ ഹിനാറ്റയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നാറൂട്ടോയും സാസുകേനെയും കാണിക്കുകയാണ്. അവർ ഡീകോഡ് ചെയ്യുന്ന സ്ഥലത്താണ്. ഏകദേശം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു, ഇനിയും ഒരുപാട് സമയം എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം ചില വേർഡ്സ് ഒന്നും മനസ്സിലാവുന്നേയില്ലെന്ന്. നമ്മളുടെ സാസുകി പോകുമ്പോൾ പറയുന്നുണ്ട് എടാ നീ ഇപ്പോഴെങ്കിലും പോയിട്ട് ആ ബൊറൂട്ടോനെ ഒന്ന് കാണണേന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ നാറൂട്ടോ പറയുന്നുണ്ട് എൻ്റെ മോ മാത്രമല്ല സറഡയും ജയിച്ചു എന്ന്. അപ്പോഴത്തേക്കും സാസുകി പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു അവൾ ജയിക്കുമെന്ന്, അത് മാത്രമല്ല ഞാൻ എപ്പോഴും വീട്ടിൽ പോകാറുണ്ടത്. അതായത് സാസുകി ഇപ്പോൾ ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ട് നാറൂട്ടോയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു സമയത്ത് സാസുകി എപ്പോഴും നമ്മളുടെ നാറൂട്ടോയുടെ മേലെ കണ്ണുണ്ടെങ്കിലും സാസുകി വീട്ടിൽ പോകാറുണ്ടെന്നും. പക്ഷേ നാറൂട്ടോ പോയിട്ടേ ഇല്ല, കുറേ നാളായി പോയി, മാസങ്ങളായി പോയിട്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ അടുത്ത് നിന്ന് പോണേന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോട്ട് നോക്കി ബൊറൂട്ടോ ഇരിക്കുകയാണ്. ഇത് ഉപയോഗിച്ചത് തെറ്റായിപ്പോയെന്ന് തോന്നുകയാണ്. നാറൂട്ടോ വരുമ്പോൾ അത് മറച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നാറൂട്ടോ വന്നിട്ട് പറയുന്നുണ്ട് ബൊറൂട്ടോ മോനെ നീ അത് ചെയ്തു അല്ലേ, നല്ല രസമുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കണ്ടോ, ഞാൻ നീയൊക്കെ പണ്ടെടുത്ത ഫോട്ടോ ആയിരുന്നു. ബൊറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സങ്കടം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, അവന് പോയി കെട്ടിപ്പിടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ചെറുക്കം പിടിച്ച് നിൽക്കുകയാണ്. ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ബൊറൂട്ടോ എടുത്ത് നാറൂട്ടോ പഞ്ച് ചെയ്യാൻ പറയുമ്പോൾ കൈ ഇങ്ങനെ മറക്കി പിടിച്ചാണ്. കാരണം കോട്ട് കയ്യിലോട്ട് മണ്ട അടിച്ച് നാറൂട്ടോ പൊളക്കും. ഇത്രയും കാണിച്ചു എന്ന് പറഞ്ഞാൽ നാറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെടാത്ത സംഭവമാണ്, പക്ഷെ അത് കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും നാറൂട്ടോ വിചാരിക്കണം പയ്യൻ എൻ്റെ അടുത്ത് ചെറിയ പിണക്കമുണ്ട്, അതുകൊണ്ടാണ് മോനെ നീ ചെയ്തത് സൂപ്പർ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിന്നെ കൊണ്ട് ഇനിയും പറ്റും, അടുത്ത ലെവലൊക്കെ നീ ജയിക്കട്ടെ, ഇനിയും നീ ജയിച്ചു വരട്ടെ, ഇതുപോലെ ലൈഫിൽ മുന്നേറട്ടെ, നല്ലൊരു നിഞ്ചാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് ഒരു പഞ്ച് കൊടുക്കുന്നുണ്ട്. അതായത് പഞ്ചെന്ന് പറഞ്ഞാൽ നോവിക്കുന്നൊന്നുമില്ല, ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ ചെറുക്കൻ കൈ കൊണ്ട് ചെയ്യാത്തത് കൊണ്ട്. അപ്പോഴത്തേക്കും നാറൂട്ടോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അറിയാമല്ലോ ബൊറൂട്ടോയ്ക്ക് സത്യം പറഞ്ഞാൽ നാറൂട്ടോനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ജീവനാണ്. പക്ഷേ ഈ നാറൂട്ടോ വരാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നാറൂട്ടോ വന്നതിലും സംസാരിച്ചതിലും അത് ക്ലോണല്ല. നാറൂട്ടോയുടെ ആ ഒരു കൈ തട്ടുമ്പോൾ ആ ഒരു തണുപ്പും ആ ഒരു മിക്സഡ് ചൂടും ഒക്കെ മനസ്സിലാവും അത് ക്ലോണാണെന്ന്. ക്ലോൺ ആണെങ്കിൽ ഫുൾ ചൂടല്ല, ഫുൾ തണുപ്പായിരിക്കും. എന്തൊരു മാങ്ങയെങ്കിലും ആയിരിക്കും. അപ്പം എന്തൊരായാലും ക്ലോൺ ആണെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ടച്ച് ചെയ്തപ്പോൾ മനസ്സിലായി നാറൂട്ടോ തന്നെയാണ്. അപ്പോൾ ബൊറൂട്ടോയുടെ ആ ഒരു വിജയത്തിൽ നാറൂട്ടോയ്ക്ക് അത്രയും സന്തോഷം ഉള്ളത് കൊണ്ടാണ് നാറൂട്ടോ വന്ന് കണ്ടേക്കുന്നത്. അത് ബൊറൂട്ടോയ്ക്കും നന്നായിട്ട് അറിയാം, നാറൂട്ടോയുടെ വർക്ക് പ്രഷറും നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇടയിൽ വന്നതിലും ബൊറൂട്ടോ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം ഒത്തിരി ഗൗരവം പിടിച്ച് ബൊറൂട്ടോ ഇരിക്കുന്നുണ്ടെങ്കിലും നാറൂട്ടോയുടെ മുമ്പിൽ അങ്ങ് വീട് പോവാണ്, അലിഞ്ഞു പോവാണ് ബൊറൂട്ടോ. അതായത് നീ നല്ല രീതിയിൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു സന്തോഷം കാണിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.